ഈ സെലിബ്രേഷന് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. അപ്പോൾ ഓണം കഴിഞ്ഞെങ്കിലും എല്ലാവർക്കും FOC മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് എനിക്കറിയാം അവരുടെ മെയിനായിട്ടുള്ള ഓണം. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ FOC ഫാമിലിയിൽ നിന്ന് നേരുന്നു. ഇതിനകത്ത് പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ട്, ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല സ്വാഗത പ്രസംഗം. നമ്മുടെ FOC 2017 ആണ് നമ്മുടെ FOC ആയിട്ട് രൂപീകരണമായത്. അത് ഇതിനകത്തുള്ള എല്ലാവർക്കും തന്നെ അത് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. നമുക്ക് യാതൊരുവിധ ബൗണ്ടറീസും ഇല്ലാതെ, ജാതി മത വർണ്ണവർക്ക ഭേദമില്ലാതെ എല്ലാവരും ഇന്ന് വന്നവരെന്നോ ഇന്നലെ വന്നവരെന്നോ 10 വർഷം മുമ്പ് വന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു അസോസിയേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ അതാണ് നമ്മുടെ FOC. അപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് നിങ്ങൾ മടി വിചാരിക്കേണ്ട. നിങ്ങൾ ആൾക്കാരുമായിട്ട് മിങ്കിളായി നിങ്ങൾ ഇതിൻ്റെ ഒരു പാർട്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴാണ് FOCയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ജീവിതത്തിലും വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പുതുതായിട്ട് വന്നിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ FOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അസോസിയേഷൻ മാത്രമല്ല, നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പല വിധത്തിലുള്ള ഹെൽപ്പ് സപ്പോർട്ട് ഒക്കെ വേണ്ടപ്പോഴെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അത് ഇനിയും നമ്മൾ ഒരുമിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ക്രൂ എന്ന് പറയുന്ന അസോസിയേഷന്റെ മുഖമുദ്ര തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തന്നെ ഞാൻ നമ്മുടെ ഇവിടെ സ്റ്റേജിലുള്ളവരെ വെൽക്കം ചെയ്യുകയാണ്. ഞാൻ ആദ്യമേ പ്രസിഡന്റ് നീതുവിനെ കുറിച്ച് ഞാൻ എല്ലാ വർഷവും പറയുന്നതാണ്. അങ്ങനെ പറയുന്നില്ല. നീതുവിനെ സംബന്ധിച്ചിടത്തോളം FOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. എല്ലാ കാര്യത്തിനും ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഹെൽപ്പും ചെയ്ത് എല്ലാ കാര്യങ്ങളും അത്ര മനോഹരമായി നോക്കി നടത്തുന്ന ഒരു പ്രസിഡന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ സംഘടന ഇത്ര മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നീതുവിനെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ നമ്മുടെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ട്രഷറർ, മണി മാനേജ്മെന്റ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പീപ്പിൾസ് മാനേജ്മെന്റ് പോലെ തന്നെ മണി മാനേജ്മെന്റ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അണുവിയുടെ വ്യത്യാസമില്ലാതെ ഓരോ പേയ്ക്കും കണക്ക് പറഞ്ഞ് ചോദിച്ചു മേടിക്കുകയും അതുപോലെ തന്നെ കണക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ ട്രഷററെ നമ്മുടെ ഈ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എത്ര സ്ട്രോങ് ആയിട്ടുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കമ്മിറ്റിക്കാർ വേണം. അപ്പം ലക്കിലി നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഞാനിവിടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൾച്ചറൽ കമ്മിറ്റിയിൽ നിന്ന് പേര് ചേച്ചിയുണ്ട്. കൾച്ചറൽ കമ്മിറ്റിക്ക് പറയുകയാണെങ്കിൽ അവർ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഫോളോ അപ്പ് ചെയ്ത് നല്ല ഹെഡേക്കാണ്. അപ്പോൾ ബേബി ചേച്ചിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഫെസിലിറ്റി കമ്മിറ്റി അവര് വളരെ ബുദ്ധിമുട്ടിയാണ്. ഇന്നലെ വൈകുന്നേരമാണെങ്കിലും 12 മണി വരെ കടകളിൽ പോയി പൂവ് മേടിച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റി കമ്മിറ്റി കോൾ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ, പൂക്കള വരുന്ന കാര്യത്തിൽ, അങ്ങനെ എല്ലാ കാര്യത്തിലും അവരുടെ സപ്പോർട്ട് വളരെ വലുതാണ്. അതുപോലെ നമ്മുടെ ഫെസിലിറ്റി കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഇവിടെ ഇരിക്കുന്ന ഋതുവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഫുഡ് കമ്മിറ്റിയാണ്. നമ്മുടെ ഏതൊരു ഫംഗ്ഷനും നടത്തുമ്പോൾ പ്രോഗ്രാംസ് എത്ര നന്നായിട്ടുണ്ടെങ്കിലും ഫുഡ് ഇച്ചിരി മോശമാക്കേണ്ട ആൾക്കാർ അതായിരിക്കും ആദ്യം പറയുന്നത്. ഫുഡ് മോശമായിരുന്നു, ആ കറി നല്ലതായിരുന്നു, ഈ കറി നല്ലതായിരുന്നു. അതുപോലെ റിസ്കി ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഫുഡ്. അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം മുൻകൂട്ടി നോക്കിക്കണ്ട് ചെയ്യുന്ന നമ്മുടെ ഫുഡ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഇവിടെ ഇരിക്കുന്ന ജിനോമോനെ എല്ലാവരുടെയും പേര് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് പറയാനുള്ള സ്പോർട്സ് കമ്മിറ്റിയാണ്. ഏതൊരു കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ ഏറ്റവും ഒത്തിരി ജോലികൾ, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള ഒരു
കമ്മിറ്റിയാണ് സ്പോർട്സ് കമ്മിറ്റി. അത് നമ്മൾ സ്പോർട്സിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ എത്ര ഓർഗനൈസ്ഡ് ആയിട്ട്, എത്ര പ്ലാൻഡ് ആയിട്ട്, എത്ര മുൻകരുതലുകളും എല്ലാം എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്പോർട്സ്. അതുപോലെ നമുക്ക് കടകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേര് പറയാനുണ്ട്, എല്ലാ കമ്മിറ്റിക്കാരുടെയും പേര് പറയാനുണ്ട്. സമയപരിമിതി മൂലം ഞാൻ എല്ലാ കമ്മിറ്റിക്കാരുടെയും പേര് പറയുന്നില്ല. സ്പോർട്സ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന മസ്കിലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ എത്രയൊക്കെ പരിപാടികൾ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ വീഡിയോസ്, ഫോട്ടോസ് അതൊക്കെ എടുത്ത് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓർമ്മകളും നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ പഴയ നമ്മൾ പണ്ട് ഡിസ്ചാർജ് ഹാളിൽ ചെയ്ത പരിപാടികളിലൂടെ നമ്മൾ യൂട്യൂബിനകത്ത് അങ്ങനെ എടുത്ത് കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ പഴയ ആ സൗഹൃദവും അതാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ പഴയ ഓർമ്മകൾ. അപ്പോൾ അങ്ങനെയുള്ള ഫ്രെയിംസും അതുപോലെ തന്നെ കൾച്ചറൽ കമ്മിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മീഡിയ കമ്മിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനോഹരമായി നടത്തുന്ന മീഡിയ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഇവിടെ ഇരിക്കുന്ന മനുവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് പുതുതായിട്ട് എഫോസിലേക്ക് വന്ന മെമ്പേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആരും അന്യരല്ല, നമ്മളെല്ലാം ഒരു ഫാമിലിയാണ്. നിങ്ങൾ പരമാവധി ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് കസേരകളൊക്കെ മാറ്റാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വന്ന് സഹകരിച്ച് അങ്ങനെയാണ് നമ്മൾ പരിചയമാകുന്നതും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി തീരുന്നതും. നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ്. അപ്പോൾ പുതുതായിട്ട് വന്നവരെയും അതുപോലെ തന്നെ നമ്മുടെ FOC ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ FOC ഫാമിലീസിന്റെ പേരൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഓണപരിപാടി കാണാൻ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് അവരെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളതും അവരെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതും. അപ്പോൾ എല്ലാ പേരൻസിനെയും, ഗസ്റ്റിനെയും, റിലേറ്റീവ്സിനെയും എല്ലാവരെയും ഞാൻ ഹാർദമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം നമ്മുടെ അസോസിയേഷൻ നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് ഫണ്ട്സ് വേണം. അപ്പോൾ നമുക്ക് ഭാഗ്യവശാൽ നമുക്ക് സ്പോൺസേഴ്സ് ഉണ്ട്. അപ്പോൾ സ്പോൺസേഴ്സിന്റെ റോൾ എത്രത്തോളം വലുതാണെന്ന് നമ്മുടെ ഓരോ പരിപാടിക്കുമൊക്കെ നമ്മൾ പൈസ പിരിക്കുമ്പോൾ അത് മനസ്സിലാകും. കാരണം നമ്മൾ സ്പോൺസേഴ്സിന്റെ അവരുടെ വിഗ്രഹമൊക്കെ കഴിഞ്ഞ് വളരെ തുച്ഛമായ രീതിയിലാണ് നമ്മൾ നടത്താറുള്ളത്. നമുക്ക് ഇവിടെ നമ്മുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ളത് ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റ് ആണ്. നമുക്ക് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നമുക്ക് ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റ് നമ്മുടെ മെയിൻ സ്പോൺസറാണ്. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് റിഗാർഡിംഗ് ഇൻഷുറൻസ്, മോർഗേജ് അഡ്വൈസിങ്, മോർഗേജ് അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ നിങ്ങൾ ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റിനെ സമീപിക്കാം. നമുക്ക് ജിൻഡോ ജോൺ ആണ് നമ്മുടെ ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റിന്റെ ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ പറ്റുന്ന പോലെയൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസോ മോർഗേജോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സമീപിക്കുന്നത് നമ്മുടെ അസോസിയേഷനെ സ്പോൺസർ ചെയ്യുന്നു എന്ന നിലയിൽ അത് വളരെ അഭികാമ്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സ്പോൺസർ ലോർഡ്സ് കെയർ റിക്രൂട്ട് ആണ്. ലോർഡ്സ് കെയർ റിക്രൂട്ട് അതുപോലെ നഴ്സിംഗ് അസിസ്റ്റൻസ് അവരെ ടെമ്പററി ആയിട്ടും പെർമനന്റ് ആയിട്ടും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഏജൻസി വർക്ക് അങ്ങനെയുള്ള പെർമനന്റ് ആയിട്ട് ജോലി മാറാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവിട്രോൺ ഇന്റർനാഷണൽ ആണ്. ലെവിട്രോൺ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഇമിഗ്രേഷൻ, വിസ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സൗകര്യം നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ നമുക്കുള്ള ലാസ്റ്റ് പാർട്ണറാണ് നമ്മുടെ ഏഷ്യനാട് കോണ്ടിനെന്റൽ ഗ്രോസറി ഷോപ്പ്. അതായത് ഇവിടെ ക്രൂവില് ഈയിടെ ഒരു 2 ആഴ്ച മുമ്പ് ഓപ്പൺ ചെയ്ത ഒരു ഷോപ്പാണ് ഏഷ്യനാട് കോണ്ടിനെന്റൽ ഗ്രോസറി ഷോപ്പ്. അപ്പോൾ നമ്മൾ അവരെയും നമ്മുടെ ഈ ഫാമിലിയിലേക്ക്, അതായത് സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ഫാമിലിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മളത് ഈ സ്പോൺസേഴ്സിനെ എല്ലാം നമ്മൾ അവരുടെ പരമാവധി അവരുടെ സേവനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുക. ഇനി ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് പേരെടുത്താലും പറയുന്നില്ല, ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ളത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഒത്തിരിയൊന്നുമില്ല, എല്ലാ വർഷവും പറയുന്നത് തന്നെയാണ്.
ഇപ്പം നമ്മുടെ ഫയർ എക്സിറ്റ്സ് നിങ്ങൾക്ക് 2 സൈഡിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി വൃത്തിയായിട്ട് യൂസ് ചെയ്യുക. കുട്ടികൾക്ക് ടോയ്ലറ്റ്സിൽ പോകുന്ന പേരൻസ് ദയവായി, കാരണം ടിഷ്യൂ പേപ്പേഴ്സ് അങ്ങനെയുള്ളതൊക്കെ നിരത്തി ഇടുമ്പോൾ ദയവായി നിങ്ങളത് ക്ലീൻ ആക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഒരു ബാഗ് നിറഞ്ഞിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ടിഷ്യൂയോട് കണ്ടിരിക്കുന്നത് അത് വേറെ ആരും ചെയ്യാൻ വെയിറ്റ് ചെയ്യാതെ അതിപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കമ്മിറ്റി മെമ്പേഴ്സിനെ സമീപിച്ച് ഒരു ബാഗ് റീപ്ലേസ് ചെയ്ത്, കാരണം ഇത് നമ്മുടെ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതിൻ്റെ പാർട്ടാണ്. നമ്മുടെ കമ്മിറ്റിക്കാരെ പോലെ തന്നെ നമ്മളെല്ലാവരും ഇതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടോയ്ലറ്റിനോട് ചേർന്നൊരു ഡിസൈൻഡ് ടോയ്ലറ്റ് ഉണ്ട്. അത് നമ്മൾ ടോയ്ലറ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. അത് ഫീഡിങ് ആൻഡ് ചേഞ്ചിങ് റൂമാണ്. അപ്പോൾ അത് ജസ്റ്റ് ടോയ്ലറ്റ് നമ്മൾ ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ വർഷവും പറയാറുള്ളതാണ് നമ്മൾ ഡെക്കോറം കീപ്പ് ചെയ്യാൻ. ഈ വർഷം നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ഈയിടെ വന്ന ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മൈഗ്രൻസിന്, നമ്മുടെ കമ്മ്യൂണിറ്റികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാർ പാർക്കിലൊക്കെ കൂട്ടം കൂടി നിന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളത് പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഹാള് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഹാളുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു ലാർജ് സ്കെയിലിൽ നമുക്കൊരു ഫംഗ്ഷൻ നടത്താൻ. അപ്പോൾ എല്ലാവരും പ്ലീസ് നിങ്ങൾ ഡെക്കോറം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഔട്ട്സൈഡിൽ നിങ്ങൾ കാർ പാർക്ക് നിൽക്കുമ്പോൾ ഒത്തിരി കൂട്ടം കൂടി നിന്ന് നമ്മൾ ആഘോഷിക്കാതെ ദയവായി, അതൊരു വളരെ താഴ്മയായ അപേക്ഷയാണ്. കാരണം ഈ ഹോള് മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് LED വാളുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ സ്റ്റേജിലോട്ട് കയറാതെ പേരൻസും, അതുപോലെ തന്നെ പേരൻസ് ഇല്ലെങ്കിൽ കമ്മിറ്റിക്കാർ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാൾ ഇതാണ് LED. അപ്പോൾ നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഓടുന്ന എന്തെങ്കിലും കുരുത്തക്കേടുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ പേരൻസ് അവിടെ ഇല്ലെങ്കിൽ പോലും കമ്മിറ്റിക്കാർക്ക് അവർ വളരെ സഭ്യമായ രീതിയിൽ കുട്ടികളെ ശാസിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു വിഷമമായിട്ടൊന്നും എടുക്കരുത്. കാരണം ഇത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ കമ്മിറ്റിക്കാരാണെങ്കിൽ കുട്ടികളോട് ചിലപ്പോൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജനറലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. വേറെ എന്തെങ്കിലും ജനറൽ ഇൻസ്ട്രക്ഷൻസ്? പിള്ളേരുടെ കാര്യമാണ് മെയിനായിട്ട് പറഞ്ഞതുപോലെ. മീഡിയ കമ്മിറ്റിയുടെ ആണെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈക്ക് സ്പോർട്സ് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഈ ബാരിക്കേഡ് കടന്ന് പിള്ളേർ വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ബോളൊക്കെ കളിക്കാൻ ഇപ്പോൾ ഒരു ബോൾ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു ഒരാളൊന്ന്. ഇപ്പം അങ്ങനെയുള്ള കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ച് വെക്കുക. നമ്മൾ ബോളിനകത്ത് ബോൾ തട്ടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വാഗതം ഞാൻ നിർത്തുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Hope you all have a good day and എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്യുന്നതിനകത്ത് ഒരു കുറവും വിചാരിക്കണ്ട. പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻസിൽ വെച്ച് നമ്മൾ എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഹാവ് എ ഗുഡ് ഡേ. നമ്മൾ ഈ മാവേലിയെ നമ്മുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മാവേലി വരുമ്പോൾ ചെണ്ടമേളത്തിന്റെ അവധിയോടെയാണ് മാവേലി കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് പരമാവധി എൻജോയ് ചെയ്യുക. മാവേലിയുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്തും ചെണ്ടമേളത്തിനനുസരിച്ച് സ്റ്റെപ്സ് ചെയ്തും നിങ്ങൾ പരമാവധി അത് എൻജോയ് ചെയ്യുക. ഓക്കെ, നമ്മൾ അതുപോലെ നേരത്തെ സ്റ്റേജിൽ എല്ലാവരും സ്റ്റേജിൽ വരേണ്ടതാണ്. നമ്മുടെ ഇനാഗുറേഷൻ സെറമണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ലാമിനേറ്റിംഗ് ആണ്. അപ്പോൾ സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാവരും വരേണ്ടതാണ്. നമുക്ക് സമയം കളയുന്നില്ല. നമ്മുടെ സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാ കമ്മിറ്റിയും പ്രതിനിധീകരിച്ചുണ്ടായിരുന്നവരും പ്രസിഡന്റ് എല്ലാവരും വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് വരുന്നതാണ്. നമ്മൾ ഇനാഗുറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസിലേക്ക് പ്രവേശിക്കുന്നതാണ്. Show me the
ട്രഷററെ നമ്മൾ ഈ നമ്മുടെ ലാമിനേറ്റിംഗ് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള പ്രസിഡന്റ് ശ്രീ അരുൺ രാജ്, സെക്രട്ടറി ഷെറിൻ സാം, ട്രഷറർ ജിൻഡു സ്നേഹൻ, അപ്പോൾ നിങ്ങൾക്ക് ഈ നേതൃത്വമായിരിക്കും നിങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളത്. ശ്രീ അരുൺ രാജ്, ഷെറിൻ സാം ആൻഡ് ജിൻഡു സ്നേഹൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിശക്തമായ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി അംഗങ്ങളുടെ പേരുകളെല്ലാം പതിയെ നമ്മൾ ഗ്രൂപ്പിനകത്ത് അനൗൺസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ലാമിനേറ്റിംഗ് സെറമണിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അടുത്ത വർഷത്തേക്ക്, അതായത് ഈ വർഷത്തേക്ക് തിരഞ്ഞെടുത്ത ആൾക്കാരും നമ്മളെല്ലാവരും കൂടിയാണ് ലാമിനേറ്റിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലാമിനേറ്റിംഗിലേക്ക് പോവുകയാണ്. നമ്മുടെ പുതിയ പ്രസിഡന്റ്, ഭാരവാഹികൾ, സെക്രട്ടറി, ട്രഷററിനോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. പെട്ടെന്ന് 2 വാക്ക് മാത്രം. ഞാൻ മൈക്ക് പുതിയ പ്രസിഡന്റിന് കൈമാറുകയാണ്. ഹാപ്പി ഓണം ആദ്യം ആശംസിക്കുകയാണ്. എൻ്റെ പേര് അരുൺ രാജ് എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നമുക്ക് ഏകദേശം പേർക്ക് തന്നെ അറിയാം. ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം. വൈഫ് സോണി, 2 മക്കൾ ആരാധ്യ, ആരോൺ. ഓക്കെ, സി നാട്ടിൽ പോലീസായിരുന്നു. ഹലോ, ഹാപ്പി ഓണം ടു ഓൾ. ഞാൻ ഷെറിൻ, ഹസ്ബൻഡ് സാം ജോസഫ്, പിന്നെ 2 പിള്ളേർ. ഞാൻ എയ്റ്റിൽ വർക്ക് ചെയ്യുന്നു. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഈ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും എൻ്റെ പേര് ജിന്ദു, ഹസ്ബൻഡ് സ്നേഹം. ഞാനിവിടെ വീട്ടിൽ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പറയാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനെ കൂടാതെ കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൾക്കാരുമായിട്ട് ആൾക്കാരുടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ 2 PROs നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാരണം പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ എപ്പോഴും അവർക്ക് വേറെ കൂട്ടം കാര്യങ്ങൾ കാണും. അപ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, എന്തെങ്കിലും സഹായങ്ങൾ, സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അവർ ഈ PROs അവരുടെ ഹെൽപ്പ്
ജനറൽ ബോഡി ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ PROസിനെ അവരെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ജിൻഡോ ജോൺ ആൻഡ് അനിച്ചേച്ചി, നിങ്ങൾ ജസ്റ്റ് ചേർത്ത് വന്നേരാം. കാരണം നിങ്ങളെ ഇവർക്ക് ഇവിടെ FOC മെമ്പേഴ്സിന് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സപ്പോർട്ടും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത്യാവശ്യമാണ്. നിങ്ങളിവിടെ ജസ്റ്റ് വന്ന് ഒന്ന് പുതിയതായിട്ട് വന്നവർക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരെയും കമ്മിറ്റിക്കാരെ എല്ലാം നമ്മുടെ മെമ്പേഴ്സിനെ എല്ലാവരെയും അറിയണമെന്നില്ല. അപ്പോൾ നമ്മുടെ PROs ആണ് അനി കുന്നത്തും ജിൻഡോ ജോണും. അപ്പോൾ ഇവരും നമ്മുടെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി നമുക്കുള്ളത് നമ്മുടെ ഓണ സന്ദേശമാണ്. ഓണ സന്ദേശം തരാനായിട്ട് ഞാൻ ജോബിനെ ക്ഷണിക്കുന്നു. അപ്പം നമ്മുടെ ഇനി ഓണ സന്ദേശമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മാവേലി ഒന്ന് രണ്ടുപേരും മതിയില്ല. സ്റ്റേജ് ചെറുതായതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോകാം. സോറി, ഇറങ്ങി പോകാനല്ല പറഞ്ഞത്, ഞാൻ വളരെ സഭ്യമായിട്ട് പറഞ്ഞത്. എല്ലാവരും ചേർന്ന് താങ്ക് യു everyone. ജോബിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ചെറിയൊരു ഓണ സന്ദേശം തരാനായിട്ട് ജോബിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇനാഗുറേഷന് ഏകദേശം ഓണ സന്ദേശം, അത് കഴിഞ്ഞ് ജസ്റ്റ് നമുക്ക് ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ചെറിയ പരിപാടി കൂടി നമ്മുടെ ഇനാഗുറേഷൻ സെറമണി കഴിയും. ഞാൻ കുറച്ച് വെറുതെ ഓരോരുത്തരെ ലീഗലായിട്ട് അല്ല അത് മിക്സ് ചെയ്ത് എന്ന് പറയേ. കേരള നാട്ടിലെ ഓണാഘോഷങ്ങളുടെ ക്ഷീണവും കഴിഞ്ഞ് നമ്മളെ സന്ദർശിക്കുവാനായിട്ട് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ മഹാബലിചന്ദ്ര, നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നീതു, സെക്രട്ടറി പ്രിയപ്പെട്ട ജോൺ, ട്രഷറർ പ്രിയപ്പെട്ട ജിജോ, അതുപോലെ തന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ FOCയിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, അങ്ങനെ ഒരു ഓണക്കാലഘട്ടം കൂടി കടന്നു പോവുകയാണ്. നമുക്കറിയാം, ഒരുപാട് ചരിത്രമുറങ്ങുന്ന ബ്രിട്ടന്റെ മണ്ണിൽ പ്രവാസ ജീവിതത്തിന്റെ പുതിയ സാധ്യതകളുടെ വെളിച്ചം തേടി താൽക്കാലികമെങ്കിലും സ്വന്തം നാടും ജന്മദേശവും സംസ്കാരവും ഒക്കെ ഉപേക്ഷിച്ച് ഞാനും നിങ്ങളുമൊക്കെ ഈ യുക്രൈന മണ്ണിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ഗൃഹാതുരത്വ സ്മരണകളോടെ നമുക്ക് ഓർത്തെടുക്കുക നമുക്ക് നഷ്ടപ്പെട്ട, ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും തനതായ സാംസ്കാരിക ആഘോഷങ്ങളുമൊക്കെയാണ്. ഇവിടെ നിൽക്കുന്ന ഏതൊരു മലയാളിയോട് ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, നമ്മൾ എല്ലാവരും പറയുന്നത് നമ്മുടെ ഓണാഘോഷമാണ്. പക്ഷേ ഇന്ന് UK ഈ ഭൂമന്ന ദേശത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഭാഗ്യവാന്മാരാണ്. അത്തരമൊരു ചിന്ത തികച്ചും അസ്ഥാനത്താണ്. കാരണം നമ്മുടെ നാട്ടിലെ ഏത് ആഘോഷങ്ങളും, അത് ഓണമായാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും, അതിന്റെ തനിമയും അതിന്റെ പ്രൗഢിയും ഒട്ടും ചോരാതെ നഷ്ടപ്പെടാതെ ഇന്ന് യുകെയുടെ ഈ മണ്ണിൽ ആഘോഷിക്കുവാൻ നമുക്കൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് ഫ്രണ്ട്സ് ഓഫ് ക്രൂ അഥവാ FOC. അഭിമാനിക്കാൻ നമുക്ക് ഏവർക്കും ഇത്തരം ഒരു മഹത്തായ സംഘടനയുടെ അംഗങ്ങളാകാൻ സാധിച്ചത്. ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും മികച്ച രീതിയിൽ നയിക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെയും നിതുവിനെയും ജോമോനെയും ജോയെയും അതുപോലെ തന്നെ വിവിധ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സംഘടനയെ ഏറ്റവും നന്നായി നയിച്ചിട്ടുള്ള എല്ലാവരെയും താരതമ്യേന ഒരു പുതുമുഖം എന്ന നിലയിൽ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു സന്ദേശം നൽകുവാൻ സാധിക്കുമോ എന്ന് പ്രിയപ്പെട്ട അനുചേച്ചിയും ജോമോനും ഒക്കെ എന്നോട് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു വന്ന ചിന്ത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സന്ദേശം നൽകുക എന്നതിലുപരിയായി ചില ഓണക്കാല ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഓണം നമ്മുടെ ഒരു വികാരമാണ്, ഓണം നമ്മുടെ ഒരു ദേശീയോത്സവമാണ്. മറ്റ് ഏതൊരു ആഘോഷത്തിനും ഇല്ലാത്തതിനേക്കാൾ ഒരു വലിയ പ്രസക്തി നമ്മുടെ ഓണാഘോഷത്തിനുണ്ട്. കാരണം ജാതി മത വർഗ ലിംഗ വ്യത്യാസമില്ലാതെ, സമ്പന്നനോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഭൂരിഭാഗം മലയാളികളും ആഘോഷിക്കുന്ന ആഘോഷം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേയുള്ളൂ, അത് നമ്മുടെ ഓണാഘോഷമാണ്. എല്ലാ കാലത്തും എല്ലാ ആഘോഷങ്ങൾക്കും സമൂഹത്തിൽ നൽകുവാനായിട്ട് ഒട്ടനവധി സന്ദേശങ്ങൾക്കാണ്. നമ്മുടെ ഓണാഘോഷവും സമൂഹത്തിൽ നൽകുന്ന സന്ദേശം വളരെ മഹത്വമാണ്. അത് സമ്പൽസമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ സന്തോഷമാണ്. നമുക്കറിയാം, ഓണത്തിന്റെ ഐതിഹ്യം ഒരു കാലഘട്ടത്തിൽ കള്ളവും ശനിയും വഞ്ചനയും ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്താം. തന്റെ എല്ലാ പ്രജകളെയും ഏറ്റവും സ്നേഹത്തോടെ ഒരേ മനസ്സോടെ പരിപാലിച്ചു പോന്നിരുന്ന ഒരു മഹാബലി തമ്പുരാനെന്ന് പറയുന്ന ഭരണകർത്താവ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അത്തരം ഒരു കാലഘട്ടം ഈ ലോകത്തിന്റെ വിദൂര സന്ധികളിൽ പോലും ഇനി ഒരിക്കലും സാധ്യമാകില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കെ തന്നെ ഈ വർത്തമാന കാലത്തിലും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ലോകം എത്ര മഹത്തരമായിരുന്നു. അതിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ മനസ്സിന്റെ അടുത്തത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചിന്ത ഉടലെടുത്താൽ ഞാൻ കരുതുന്നു നമ്മുടെ ഓണാഘോഷം അതിന്റെ പരിപൂർണ്ണതയിലെത്തുന്നു. എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ള ഓണത്തിന്റെ സന്ദേശവും ഇത് തന്നെയാണ്. ഈ ഓണാഘോഷക്കാലം നമ്മുടെ സൗഹൃദങ്ങൾ നമുക്ക് വിപുലമാക്കാം. നമ്മുടെ ഐക്യവും സാഹോദര്യവും ലോകത്തിന് തന്നെ പേര് കേട്ട മലയാളികളുടെ മതേതരത്വ സംസ്കാരം അത് നാം ആയിരിക്കുന്ന ഈ പുതിയ നാട്ടിലേക്ക് പകർന്നു നൽകുക നമുക്ക് സാധിക്കും. അതിന് നമ്മുടെ ഈ കൂട്ടായ്മ ഫ്രണ്ട്സ് ഓഫ് ടു എന്ന FOC എന്ന കൂട്ടായ്മ എല്ലാവിധ സഹായ സഹകാരങ്ങളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വളരെ വളരെ മനോഹരമായ ഓണസന്ദേശവും ഓണസന്ദേശം ജോബിന് എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ അടുത്തത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണമാണ്. നമ്മുടെ ഞാൻ വൈക്ക് നീതൂന് കൈമാറും. ഹലോ, ഹാപ്പി ഓണം ടു എവരിബഡി. നമുക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അക്കാഡമിക് അച്ചീവ്മെന്റ് കൈവരിച്ച കുറച്ച് സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വായിക്കാം. അവയിൽ സർട്ടിഫിക്കറ്റ്സ് വിതരണം ചെയ്യുന്നതായിരിക്കും. ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് പ്ലീസ് നിങ്ങൾ സ്റ്റേജിലോട്ട് വരാമോ? ആദ്യം GCSE റിസൾട്ട്സ് ആണ്. ഏഞ്ചൽ മരിയ. അടുത്തത് അലീഷ സോജൻ. മാവേലി Alisha Sojan, Angela Shibu, A levels. Alfin Shaiju for A levels. Sanjo Siljan, A levels. Sanjo Siljan. Ria Roy, A levels. Ria Sunny, Bachelor of Dental Surgery.
വലിയ റൈഡിൻ്റെ അവിടെ നമ്മൾ ഈ ക്വാളിറ്റീസ് എടുത്താണ്. Shaji, MSc in Digital Marketing. Shaji. Godson Johnny, Masters in Oil and Gas Management. Godson Johnny. Asha Shabari, MSc Project Management. Asha Shabari. Kavya Kasturi Jayaprakash, MSc Project Management. Kavya Kasturi Jayaprakash. Arya Sona, MSc Project Management in Construction. Arya Sona. Sita Lakshmi Sujit, MSc International Business Management. ഇവിടെ ഗോൾഡൻ സ്ക്രീൻ മാത്രമാണ്. ഗോൾഡൻ സ്ക്രീനിൻ്റെ ഹലോ, എൻ്റെ വോട്ട് ഓഫ് താങ്ക്സും കൂടെ ഉള്ളത് കഴിഞ്ഞാൽ നിങ്ങളെ സൂചിപ്പിക്കില്ല. അപ്പോൾ എത്ര പേർക്ക് ഇവിടെ അറിയാമെന്ന് അറിയത്തില്ല. ഞാനായിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ എഫോസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിരുന്ന. എൻ്റെ പേര് എനിക്കും അറിയാം, ചിലപ്പോൾ എന്നെ ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പം ഇന്ന് ഈ കണ്ട ആൾക്കാർ പുതുതായിട്ട് വന്ന് സെക്രട്ടറി സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും വന്ന ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടു. ബാക്കി ഉണ്ടായിരുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും ഇപ്പം 2 ഇയർ ഒരു ടെന്യർ പീരീഡ് കഴിഞ്ഞിട്ടാണ് പടി ഇറങ്ങുന്നത്. ഇനി തൊട്ട് മുന്നോട്ട് നമുക്ക് 1 ഇയർ കമ്മിറ്റിയാണ്. അപ്പം ഇന്ന് തൊട്ടിട്ട് പുതിയ കമ്മിറ്റി വരവേൽക്കുകയാണ്. അപ്പം ഫസ്റ്റ്ലി എനിക്ക് ഇവിടെ വന്ന എല്ലാവരോടും താങ്ക്സ് പറയാനുണ്ട്. നേരത്തെ എത്തിയവരോടും വൈകി എത്തിയവരോടും എല്ലാവരോടും ഒരുപോലെ